എവിടെയാണ് ഉരുൾപൊട്ടൽ, എന്താണ് ഉരുൾപൊട്ടൽ, എങ്ങനെയാണ് ഉരുൾപൊട്ടൽ, ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. സായിപ്പന്മാരാണ് ആദ്യമായി ലാൻഡ് സ്ലൈഡ്, ലാൻഡ് സ്ലിപ്പ് എന്നുള്ള വാക്കുകളൊക്കെ കണ്ടുപിടിച്ചത്. ലാൻഡ് സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ മണ്ണിടിച്ചിൽ, ലാൻഡ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഉരുൾപൊട്ടൽ, മണ്ണ് ഇളകിപ്പോകുന്നത്, മണ്ണിനോടൊപ്പം പാറ എല്ലാം പോകും. എന്താണ് അതായത് മേഘപതനം ഉൾപ്പെടെ, ക്ലൗഡ് ഫാൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ സായിപ്പാണ് കണ്ടുപിടിച്ചത്. സായിപ്പാണ് ഈ ഇംഗ്ലണ്ടിലെ ആളുകളാണ് കുറച്ച് ഈ ക്ലൈമാറ്റിൽ കുറേ അധികം മുന്നോട്ട് പോയി. ഇപ്പോൾ അമേരിക്കയൊക്കെ ഉണ്ട്, പക്ഷേ നേരത്തെ ഈ ഓറഞ്ച് അലർട്ട് സിസ്റ്റമൊക്കെ കൊണ്ടുവന്നതൊക്കെ അവരാണ്. എന്താണ് കൃത്യമായി മനസ്സിലാക്കാൻ ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിന് ഉപഗ്രഹ സംവിധാനങ്ങൾ വികസിപ്പിക്കാൻ കഴിയും. ചൈനയിൽ ലാൻഡ് സ്ലൈഡ് വളരെ കൃത്യമായ ലാൻഡ് സ്ലൈഡിൻ്റെ പ്രൊഡക്ഷനുള്ള സ്ഥലമാണ് ചൈന. അതായത് വളരെ പ്രധാനപ്പെട്ട സ്ഥലത്ത്, ഒരു പ്രത്യേക സ്ഥലത്ത് വലിയ അളവിൽ മഴ വരുമ്പോൾ, മഴയാണ് ഒന്നാമത്തെ വില്ലൻ, പക്ഷേ ബാക്കി സംവിധാനങ്ങളുണ്ട്. മഴ വരുമ്പോൾ നേരത്തെ പെയ്ത മഴയും നേരത്തെയുള്ള ലാൻഡ് യൂസിൻ്റെ പ്രശ്നങ്ങളും നേരത്തെ ഉണ്ടായിരുന്ന മലയുടെ ബലക്കുറവും എല്ലാം കൂടി ചേർത്തിട്ട് വർദ്ധിച്ച മഴ ഒരു പ്രദേശത്ത് വരുമ്പോൾ, അവിടെ മേഘവിസ്ഫോടനം പോലെയുള്ള വലിയ മഴ വരുമ്പോൾ അവിടെ ഒരു 3000 മുതൽ 60,000 ക്യൂബിക് മീറ്റർ വരെ അളവിൽ എന്താണ് 60,000 ക്യൂബിക് മീറ്റർ വരെ വെള്ളം ഞൊടിയിടയിൽ പെട്ടെന്ന് തന്നെ മലഞ്ചെരുവിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പോൾ ടൺ കണക്കിന്, ലിറ്റർ കണക്കിന് മഴവെള്ളം അറ്റ് എ ടൈം പെട്ടെന്ന് കാട്ടിൽ വീഴുമ്പോൾ സ്വാഭാവിക വനങ്ങൾക്ക് നഷ്ടം വന്നതുകൊണ്ട് തന്നെ അത് മണ്ണിലേക്ക് പതിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കേരളത്തിൽ പാലക്കാട്, മലപ്പുറം, തിരുവനന്തപുരം തുടങ്ങി ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് ഉരുൾപൊട്ടലുകളുണ്ട്. വെള്ളറട, അമ്പൂരി ഉരുൾപൊട്ടൽ വളരെ പ്രസിദ്ധമാണ് തിരുവനന്തപുരത്തെ. അതുപോലെ ഈരാറ്റുപേട്ട നിരവധി തവണ ഉരുൾപൊട്ടലും ഭൂകമ്പമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഈരാറ്റുപേട്ട ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട് പണ്ട്. അതുപോലെ തന്നെ വയനാട്, കവളപ്പാറ, പുത്തുമല, പിന്നെ പെട്ടിമുടി, ഇടുക്കി, മൂന്നാറിനടുത്തുള്ള സ്ഥലങ്ങൾ, മൂന്നാർ തന്നെ പ്രളയമെടുത്ത് പോയിട്ടുണ്ട്, വെള്ളപ്പൊക്കം ഉരുൾപൊട്ടലുമൊക്കെ. അങ്ങനെ വലിയൊരു പ്രശ്നമാണ്. എന്താണ് ഇതിൻ്റെ പ്രധാന കാര്യങ്ങൾ? ഒന്ന്, ഭൂമിയുടെ ചരിവാണ് ഒരു വില്ലൻ. ചരിഞ്ഞു കിടക്കുന്ന ഭൂമിയാണ്, മേൽമണ്ണ് കുറവാണ്, മരങ്ങളെന്ന ആവാസ വ്യവസ്ഥയും കുറയുമ്പോൾ വലിയ മഴ അവിടെ പെയ്താൽ ആ മഴയ്ക്ക് പിടിച്ചു നിൽക്കാനാകില്ല. അത് താഴേക്ക് വരുമ്പോൾ ബാക്കി അവിടെയുള്ള മണ്ണും കല്ലും എല്ലാം കൂടി താഴോട്ട് കൊണ്ടുവരും. ഇതാണ് ഉരുൾപൊട്ടലിൻ്റെ ഒരു ശാസ്ത്രം. അപ്പോൾ ജലത്തിൻ്റെ അളവ് ഓരോ ഉരുൾപൊട്ടലിനും വളരെ വ്യത്യസ്തമായിട്ടുണ്ടായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ 3000 മുതൽ 30,000 ക്യൂബിക് മീറ്റർ വരെ വ്യത്യാസത്തിൽ വരും. സാധാരണ ഉരുൾപൊട്ടലിൻ്റെ ശക്തി അറിയാനുള്ള നമുക്ക് കൃത്യമായി ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഭൂഗർഭത്തിൽ നിന്നോ മണ്ണിൽ നിന്നോ ഇത്ര വലിയ അളവിലുള്ള മഴവെള്ളം പെട്ടെന്ന് നമുക്ക് ഒരു പ്രദേശത്ത് വരാൻ സാധ്യതയില്ല. അതേസമയം ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് മുകളിൽ നിന്ന് വരുന്ന മേഘവിസ്ഫോടനത്തിൻ്റെ കൂടെ ഫലമാകുമ്പോൾ അത് വളരെ വലിയ തോതിലാണ് ഈ വെള്ളം വരുന്നത്. അത് മാത്രമല്ല, മേഘത്തിൽ നിന്ന് മാത്രമേ ഇത്രയധികം വെള്ളം ലഭിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് ശാസ്ത്രം പറയുന്നത്. വളരെ വലിയ തോത്, അല്ലെങ്കിൽ കടലിൽ കയറണം, സുനാമി ഇങ്ങനെ കയറി വരണം. അല്ലാതെ ഭൂഗർഭത്തിൽ നിന്നൊക്കെ ഇത്രയും മാത്രം വെള്ളം വരാൻ സാധ്യതയില്ല. അപ്പോൾ മഴയുടെ ഒരു രീതിയാണ് പ്രധാന പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പ്രവചിക്കാൻ കഴിയും. പക്ഷേ പ്രവചിക്കുമ്പോഴും കേരളം പോലുള്ളൊരു ഭൂമിശാസ്ത്ര പ്രദേശത്ത് വലിയ പരിമിതികളുണ്ട്. ഏക്കർ കണക്കിന് ഭൂമിയിൽ ഒരു വീടും വെച്ച് താമസിക്കുന്ന ആളുകളെ പാതിരാത്രിയൊക്കെ പോയി അലർട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നതിനകത്തൊക്കെ വലിയ പരിമിതിയുണ്ട്. വലിയ മഴയും കാറ്റുമൊക്കെ വരുമ്പോൾ കറണ്ട് കാണില്ല, മൊബൈലിൽ ചാർജ് കാണില്ല, റേഞ്ച് കാണില്ല, വലിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി പരിഹരിച്ചു കൊണ്ടുള്ള വാർണിംഗ് സിസ്റ്റമൊക്കെ കൊണ്ടുവരാൻ നമുക്ക് ഒരു പരിധി വരെ. പിന്നെ അതുപോലെ ദുരിതാശ്വാസ ക്യാമ്പ് തുറക്കാം, കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ എന്തായാലും ഉരുൾപൊട്ടൽ കേരളത്തിൻ്റെ മലനിരകളെ, വയനാടിലെ ചെമ്പ്ര മലകൾ മുതൽ പിന്നെ പൊന്മുടിയിലെ അഗസ്ത്യമല വരെയുള്ള കേരളത്തിലെ പശ്ചിമഘട്ട മലനിരകൾ ഒന്നാകെ വലിയ പാരിസ്ഥിതിക പ്രതിസന്ധിയിലേക്കാണ്, ദൗർബല്യത്തിലാണിക്ക് പോകുന്നത്. ഇതിൻ്റെ ചില സൂചനകൾ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിലും കസ്തൂരിരംഗൻ റിപ്പോർട്ടിലൊക്കെ വന്നെങ്കിലും അതൊന്നും ആരും മൈൻഡ് ചെയ്തില്ല. അവർക്ക് വട്ടാണെന്ന് പറഞ്ഞ് കളഞ്ഞു. വികസനം മാത്രം മതി, പരിസ്ഥിതി വേണ്ട എന്നൊരു സങ്കല്പത്തിലേക്ക് മലയാളി ചേക്കേറി. കഴിഞ്ഞ 10 വർഷം നമ്മൾ വല്ലാതെ നിറഞ്ഞാടി. ഇനി വരുന്ന വർഷങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല. തുടക്കത്തിലേ ഗവൺമെൻറ്റിൻ്റെ തുടക്ക സമയത്ത് തന്നെ ഉരുൾപൊട്ടലും പ്രളയവും ഒത്തിൻ്റെ ലാഞ്ചനകളും കണ്ടു. അതുകൊണ്ട് വളരെ നല്ല തയ്യാറെടുപ്പ് നടത്താൻ ഗവൺമെൻറ്റിനും അവസരമുണ്ട്. എങ്ങനെ വരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.